Good morning, everybody. Praise the Lord. യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. പാസ്റ്റർ ആദ്യം ചോദിച്ചത് ഞാൻ ഒന്നുകൂടെ ചോദിക്കുക. Are you happy this morning? Praise the Lord. ചിരിച്ചോണ്ടൊരു സ്തോത്രം പറഞ്ഞേ. Praise the Lord. നമ്മുടെ ചിരിക്കുന്ന മുഖം കാണാൻ നമുക്ക് പരസ്പര ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ അരുമനാഥന് എന്തുമാത്രം ആഗ്രഹമുണ്ടാകും. ഇന്ന് രാവിലെ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനും കുടുംബത്തിനും ദൈവമക്കൾ എല്ലാവർക്കും കടന്നു വന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. I greet the pastor and family and everyone who's here this morning. നിങ്ങളോടൊന്നിച്ച് ഇന്ന് പകലിൽ കർത്താവിനെ ആരാധിക്കുവാൻ, വിശുദ്ധ സഭായത്തിൽ പങ്കെടുക്കുവാൻ, ശുശ്രൂഷിപ്പാൻ ഒരവസരം ദൈവം നൽകിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. I praise my God for the opportunity to worship together and also to minister to the church. സ്തോത്രം. ഒരിക്കൽ ഇനി ശ്രദ്ധിക്കണേ, നമുക്ക് സമയം പരിമിതമാണ്. ഞങ്ങൾക്കൊക്കെ കുറേ കാലങ്ങൾ ഈ പ്രസംഗിച്ച് പരിചയിച്ചത് കൊണ്ട് ഇച്ചിരി സമയം കൂടുതൽ വേണ്ടവരാ. പക്ഷേ അത് ഇവിടെ പറ്റത്തില്ല, അമേരിക്കയിൽ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് ക്യാപ്സൂളാക്കിയ ചില കാര്യങ്ങൾ നമുക്ക് വിഴുങ്ങിയിട്ട് മടങ്ങിപ്പോകാം. വീട്ടിൽ ചെല്ലുമ്പോൾ ആ ക്യാപ്സൂൾ പൊട്ടണം. And the time is limited here and I have much to say, but I will make this like a capsule that you can go home and open up. Amen. ഒരിക്കൽ ഒരിടത്ത് ഒരു യുവ ദമ്പതികൾ ഉണ്ടായിരുന്നു. There was once a young couple. അവർക്ക് 3 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുഞ്ഞു ഉണ്ടായിരുന്നു. And they had a 3-year-old boy. ആ പിതാവ് ദിവസവും ജോലിക്ക് പോകുന്നയാളാണ്. And the father would go to a job every day. രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഈ 3 വയസ്സായപ്പോഴേക്ക് രാവിലെ പപ്പ ജോലിക്ക് പോകുമ്പോൾ വീടിൻ്റെ ഗേറ്റ് വരെ ചെന്ന് പപ്പയെ യാത്ര ചെയ്യിക്കുന്ന പതിവ് ഈ കുഞ്ഞിനുണ്ടായിരുന്നു. And this young boy had this habit of walking his father to the gate every day as a 3-year-old boy. അവരുടെ വീടിനടുത്ത് നോക്കിയാൽ കാണുന്ന ദൂരത്താണ് ബസ് പോകുന്ന റോഡ്. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ചെന്നാണ് ഈ ഡാഡി ബസ് കയറി ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. And there was from within sight you could see the road and the bus stop and the bus and you could see it from the house. എന്നും രാവിലെ പപ്പ യാത്ര ചെയ്യിക്കും. അങ്ങ് ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ ടാറ്റ കൊടുക്കും. ബസ്സിൽ കയറുമ്പോൾ ഒരു ടാറ്റ കൂടെ കൊടുത്ത് യാത്ര അയക്കും. And this boy would bid farewell to his father when he gets to the bus and bid him farewell as he travels. വൈകുന്നേരം ജോലി കഴിഞ്ഞ് അവൻ്റെ പപ്പ മടങ്ങി വരും. And the evening the father would return. 3 വയസ്സായപ്പോഴേക്ക് പപ്പ വരുന്ന സമയം ഈ കുഞ്ഞിനെ അറിയാം. As a boy he knew the time that the father would return. അപ്പോൾ വൈകുന്നേരമാകുമ്പോൾ പപ്പ വരുന്ന സമയമാകുമ്പോൾ അവൻ ഓടി ഗേറ്റിന്റെ അടുത്ത് ചെല്ലും. At the time he expects he would run to the gate. അവൻ ഈ പപ്പയെ വെയിറ്റ് ചെയ്ത് നിൽക്കും. And he would wait for his father. ബസ് ഇറങ്ങുമ്പോൾ തന്നെ പപ്പയുടെ കണ്ണ് മകൻ ഗേറ്റിൽ ഉണ്ടോ എന്നാണ്. The father, as soon as he gets off the bus, would look to see if his son is at the gate. അവൻ ബസ് ഇറങ്ങി കഴിയുമ്പോൾ മകനെ കാണുമ്പോൾ പപ്പയ്ക്ക് വലിയ സന്തോഷമാണ്. And when he alights of the bus, he sees his son and he's very happy. ഗേറ്റ് തുറന്ന് അകത്ത് വന്ന് മകനെ എടുത്ത് ഇവരുമായി അകത്തേക്ക് വീടിനകത്തേക്ക് പോകും. He would come, open the gate and walk in home with this boy. ഇതെന്നും പതിവായിരുന്നു. This was the daily routine. അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ And one such day, ഈ മോന്റെ ബർത്ത്ഡേ വന്നു. it was this boy's birthday. ആമേൻ. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ That evening when the father returned after ആമേൻ work, ഈ പപ്പ ഒരു ഡോള് വാങ്ങിച്ചോണ്ടാ വന്നു. this father came back with a doll. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. It was the birthday gift. ആമേൻ. ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ സന്തോഷം അല്ലേ? And it is such a joy to get a birthday gift. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയാൽ, പ്രത്യേകിച്ച് ബർത്ത്ഡേക്കോ കിട്ടിയാൽ വലിയ സന്തോഷമാണ്. Especially the kids, when they get a birthday gift, they're really happy. ഈ ഗിഫ്റ്റ് എന്ത് കിട്ടിയാലും വലിയ സന്തോഷമാണ്. No matter what the gift is, they're ഈ happy. വെഡിങ് ആനിവേഴ്സറിക്കും ഗിഫ്റ്റ് കിട്ടിയാൽ സന്തോഷമാണ്. In a wedding anniversary too, you get a gift, you're രാജൻ happy. ബ്രദറും കുടുംബം ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു എന്ന് പറഞ്ഞ അവരുടെ. I heard it was Rajan uncle's wedding anniversary yesterday. നമുക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. I couldn't give ഈ anything. സഭായം കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്രൈസലോട് കൊടുക്കാം. After the worship, we will all praise them. നമുക്കൊരു ബ്ലെസ്സിങ്, ഒരു പ്രയർ കൂടെ അവർക്ക് വേണ്ടി നടത്താം. We will bless them and pray for them. അപ്പോ ഈ കുഞ്ഞ് ഡോള് കിട്ടി വീട്ടിൽ വന്ന് സന്ധ്യയ്ക്ക് ഉറങ്ങാതെ കളിക്കുകയായിരുന്നു വീടിനകത്ത്. So this boy was excited playing with the doll that evening. അന്ന് വളരെ വൈകിയാണ് അവൻ ഉറങ്ങിയത്. He slept very late that evening. ഈ തനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഡോളിൽ കിട്ടിയതിന്റെ സന്തോഷത്തില്
He was so happy playing with the doll. അന്ന് ഉറങ്ങി എഴുന്നേറ്റു. He woke up after his sleep. പതിവ് പോലെ പപ്പ ഡ്യൂട്ടിക്ക് പോകുന്നു. And the dad goes to work next പപ്പയെ day. യാത്ര അയക്കുന്നു ഗേറ്റ് വരെ ചെന്ന്. He comes to the gate and bids bye to the പപ്പ dad. ജോലിക്ക് പോയി. The dad went to work. മടങ്ങി വന്ന് അവന്റെ ഡോളുമായി അവൻ പഴയ കഴിഞ്ഞ രാത്രിയിലെ പോലെ അതുമായുള്ള കളി തുടങ്ങി. The dad returns. The boy continues to play with the doll. ആ ദിവസം വൈകുന്നേരമായി. That evening, അപ്പ മടങ്ങി വരുന്ന ജോലി കഴിഞ്ഞ് വരുന്ന സമയം വന്നു. it was the time that the father was going to return from work. ബസ് ഇറങ്ങി പപ്പ ആദ്യം നോക്കിയത് ഗേറ്റിലേക്കാണ്. He gets down from the bus and looks at the gate. അതെന്നും തനിക്ക് പതിവായിരുന്നു. It was his daily habit. അന്നും താൻ തന്റെ കുഞ്ഞിനെ ഗേറ്റിലുണ്ടോ എന്ന് പരതി. He looked if his boy was at the gate. അന്ന് പതിവ് പോലെ കുഞ്ഞിനെ ഗേറ്റിൽ കണ്ടില്ല. But that day the boy was not ഈ at the gate. പിതാവെന്ന നിലയിൽ അവന്റെ അകത്ത് വലിയ ഭാരം തോന്നി. His father felt the burden in the heart. പതിവിലും സ്പീഡിൽ നടന്ന് ഗേറ്റ് വരെ എത്തി. He walked fast towards the gate. അവിടെയെല്ലാം നോക്കി പരിസരത്ത്. He looked around looking for the boy. മകനെ കാണാനില്ല. He couldn't find his son. വേഗത്തിൽ വീട്ടിലേക്ക് വന്നു. He came into the house. വൈഫിനെ വിളിച്ചു. He called his wife. മോൻ എവിടെയാണ്? Where is the boy? വൈഫ് പറഞ്ഞു അയ്യോ മോൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. And she says, oh, your son was here right അമ്മയുടെ now. അടുത്തും ഇല്ല. He was not there. രണ്ടുപേരും കൂടെ വീടിനകം മുഴുവൻ കുഞ്ഞിനെ അന്വേഷിച്ചു. They searched for the boy in the house. വീടിനകത്തും കുഞ്ഞിനെ കാണാനില്ല. The boy was not in the house. അമ്മയുടെയും പിതാവിന്റെയും അകം വളരെയധികം ഭാരപ്പെട്ടു. Both the parents were anxious. ആമേൻ. അവർ വെളിയിൽ ഇറങ്ങി. They came outside the house. വീടിന് ചുറ്റും നോക്കി. They looked around the house. ആമേൻ. അവിടെ അങ്ങ് കാണാനില്ല. They couldn't find the boy anywhere. ആമേൻ. വീണ്ടും ഈ കേരളത്തിലെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. I am talking this in the experience of Kerala. ഈ അവരൊരു കർഷക കുടുംബമായിരുന്നു. They were an agrarian family. വീടിന്റെ പുറകുവശത്തായിട്ട് They looked behind the house. ഒരു വലിയ കച്ചുത്തുറു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. There was a big hay piled up. ആമേൻ. അവിടെ എവിടെയെങ്കിലും നോക്കിയിട്ട് കാണാഞ്ഞിട്ട് കച്ചുത്തുറുവിന്റെ പുറകിലേക്ക് ചെന്നു. So they looked behind the straws which was piled up. അവിടെ ചെന്നപ്പോൾ കുഞ്ഞുണ്ട് അവിടെ ഇരിക്കുന്നു. And there the boy was sat. അവൻ കാല് നീട്ടി വെച്ച് He was stretched his leg. തന്റെ മടിയിൽ ഡോളിനെ കിടത്തി. He has kept the doll in his lap. തല മുതൽ കാല് വരെ തലോടി. And he is like അവൻ രാരീര പാടിക്കൊണ്ട് he sings a lullaby for the doll. അവൻ സന്തോഷിച്ച് മറ്റൊരു ലോകത്തിലായി. He was in his own world in happiness. അവൻ ഈ ഡോള് കിട്ടി ഡോളുമായിട്ട് അവന്റെ സമയം ചെലവഴിച്ചു. മടങ്ങി വരുന്ന പപ്പയെ മറന്നുപോയി. He was so happy with the doll that he forgot the time his dad would return. ഇന്ന് രാവിലെ ഞാനൊരു ചിന്ത പറയാനാണ് ഇത് പറഞ്ഞത്. I want to tell you a thought. ഈ ഡോള് കിട്ടുന്നത് വരെ രാവിലെ പപ്പ യാത്രയ്ക്കും വൈകിട്ട് വരുന്ന പപ്പയെ സ്വീകരിക്കും. Till he got the doll, the boy would bid farewell in the morning and greet his dad in the evening. ഈ ഡോള് കിട്ടിക്കഴിഞ്ഞപ്പോൾ After he got the doll, മടങ്ങി വരുന്ന പപ്പയെ ഈ കുഞ്ഞ് മറന്നു. he forgot his returning dad. ഇന്ന് രാവിലെ This morning, ഒരു കാര്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. I want to tell you one thing. ദാനങ്ങളല്ല വലുത്. The gifts are not important. ദാതാവാണ് വലുത്. It is the giver who is important. ദാനങ്ങളിലല്ല സന്തോഷിക്കേണ്ടത്. Don't find joy in your receipt. ദാനങ്ങളല്ല വലുതായി കാണേണ്ടത്. Don't look at the gifts as big. എല്ലാ ദാനങ്ങളും നല്ല വരങ്ങളും വെളിച്ചങ്ങളുടെ പിതാവായ ഉയരത്തിൽ നിന്ന് പിതാവിൽ നിന്ന് വരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. The word says that every good thing comes from the Father of light above. അമേരിക്കയിൽ വന്ന് In America, എന്തെങ്കിലും നേടിയതോ what you made, നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ളതിലോ അല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. don't be happy in what you have. എന്ത് നിങ്ങൾക്കുണ്ടോ What you have, അതിനെല്ലാം പിന്നിൽ കാരണക്കാരനുണ്ട്. there is a reason for everything you സകലവും have. നൽകി തന്നൊരു ദാതാവുണ്ട്. There is a giver who gave you everything. പകലിൽ ദാതാവിലായിരിക്കണം നമുക്ക് സന്തോഷിക്കാൻ Our കഴിയണം. joy should be in that giver. അവൻ നമ്മുടെ സന്തോഷം അവനിലാണ്. Our joy should be in the Father. നമ്മുടെ ബലം അവനിലുള്ള സന്തോഷത്തിലാണ്. The joy is in him. ഈ പകൽക്കാലം രാവിലെ സമയം ആ സന്തോഷവും ബലവും ധരിച്ച് മടങ്ങി പോകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. May God give us the grace that we can return in the joy and strength in the Lord. നമുക്ക് വേഗത്തിൽ തിരുവചനത്തിലേക്ക് വരാം. Let's turn our attention to the word. ഞാൻ കഴിഞ്ഞ ദിവസം
ആമേൻ പ്രസംഗിച്ച ദൈവവചനം തന്നെയാണ് തുടരുവാൻ ആഗ്രഹിക്കുന്നത്. I desire to continue from the word I shared the other day. ഞാൻ വേറൊരു മെസ്സേജ് എടുത്താൽ അതും എനിക്ക് പൂർത്തീകരിക്കാൻ ഇന്ന് കഴിയുകയില്ല. If I begin a new message, I will not be able to ആമേൻ complete it. പറഞ്ഞ പക്ഷം ഈ വചനത്തോട് നീതി പുലർത്തുവാൻ കഴിയുമെന്ന ചിന്തയിൽ അവൻ പ്രസംഗിച്ച വചനത്തെ കൺക്ലൂഡ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I hope I can do justice to the message that I began by concluding it. ഇന്നലെ നമ്മൾ 2-ാം അധ്യായം വരെയാണ് ചിന്തിച്ചു നിർത്തിയത് രൂത്തിന്റെ പുസ്തകം. In the book of Ruth, we stopped at chapter 2. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. We are turning to the third നമ്മുടെ chapter. കുറിവാക്യം ഒരിക്കൽ കൂടെ വായിച്ചുകൊണ്ട് ഇന്നലെ ഒന്നും ഇല്ലാതിരുന്നവർക്ക് വേണ്ടി അതൊന്നുകൂടെ വായിച്ച് നമുക്ക് ആരംഭിക്കാം. Let's begin with the key words for those who were not there yesterday. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. മതി. And chapter 3 verse 11, and now my daughter, do not fear, I will do for you all that you ask, for all my fellow townsmen know that you are a worthy woman. ഈ രൂത്തിന്റെ പുസ്തകത്തിലെ പശ്ചാത്തലവും 1-ാം അധ്യായത്തിൽ നിന്നും 2-ാം അധ്യായത്തിൽ നിന്നും ഇന്നലെ രാവിലെയും വൈകിട്ടുമായിട്ട് നമ്മൾ ചിന്തിച്ചു. Yesterday we looked at the background for book of Ruth. രൂത്ത് ബോവസിന്റെ വയലിൽ കാലപെറുക്കാൻ വന്നു. She came to the fields of Boaz. അവൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. We thought about the blessing she received. അതോട് ചേർന്ന് നമ്മെയും കമ്പയർ ചെയ്യുവാൻ നമുക്കിടയായി തീർന്നു. And we were able to compare through that. ആമേൻ. ഈ രൂത്തിന് ബോവസിന്റെ വയലിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ, The blessing she received at the field. ആമേൻ. വൈകുന്നേരം വരെ അവൾ കാലപെറുക്കി. She picked sheaves till the evening. ഒരു പറ യവം കിട്ടി. She got a bit of harvest. അതുമായിട്ട് അവൾ വീട്ടിൽ വന്നു. She comes home with that. അവൾക്ക് ഉച്ചയ്ക്ക് ലഭിച്ച ഭക്ഷണത്തിന്റെ ശേഷിപ്പ് കൊണ്ടുവന്ന് അമ്മാവിയമ്മയ്ക്ക് കൊടുത്തു. And the remaining she takes to her mother-in-law. അവൾ സന്തോഷത്തോടെ ആയിരുന്നു. She was happy. അമ്മാവിയമ്മ സന്തോഷത്തിലായി. The mother-in-law too was happy. അവൻ ഒരു കാര്യം അമ്മാവിയമ്മ മകളോട് പറയുന്നുണ്ട്. The mother-in-law tells the daughter-in-law this. അവൻ അവിടുത്തെ ബോവസിന്റെ വയലിലെ കൊയ്ത്ത് തീരുവോളം നീ അവിടെ തന്നെ പോയി കാലപെറുക്കിയാൽ മതി. You go and glean till in the fields of Boaz. അവൻ ഇവിടെ പറയുകയാണ്. And there she says, അവൻ യവക്കൊയ്ത്തും ഗോതമ്പ് കൊയ്ത്തും തീരുവോളം. which verse? Yeah, Till last the- one, the- 23. Till the 23. Yeah. And so she kept close to the young woman of Boaz, gleaning until the end of the barley and wheat harvest. അവൻ കൊയ്ത്ത് തീരുവോളം. Till the end of harvest. അവൻ ഇന്ന് പകലിൽ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. There is one truth the children of God ഈ should know. കൊയ്ത്ത് എല്ലാ കാലത്തും ഇല്ല. The harvest is not in all seasons. വിതപ്പാൻ ഒരു കാലം, There is one season to sow. കൊയ്യാൻ ഒരു കാലം. There is one season to harvest. വേദപുസ്തകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. That is what the Bible teaches us. എല്ലാത്തിനും ഒരു കാലമുണ്ട്. There is a time for everything. കൊയ്ത്ത് തുടങ്ങാൻ ഒരു There കാലം, is a time to begin കൊയ്ത്ത് the തീരുന്ന ഒരു കാലം. end of the harvest. അവൻ ഞാനും നിങ്ങളും ഒരു കൊയ്ത്തിന്റെ അവസാന ഘട്ടത്തിൽ We are വന്നെത്തിയിരിക്കുകയാണ്. at the end of the harvest. ഈ ലോകം വിളഞ്ഞിരിക്കുകയാണ്. The world is ripe. കൊയ്ത്തിന് It is വിളഞ്ഞിരിക്കുകയാണ്. ready for harvest. അവൻ ഓരോ നെൽക്കതിരും ഓരോ ആത്മാക്കളെ കാണിക്കുകയാണ്. Every grain is a soul. അവൻ ഈ ആത്മാക്കൾ മുഴുവൻ കൊയ്തെടുക്കാനുള്ള കാലമായി. It is a time to reap all the ഒരു souls. വയലിലെ കൊയ്ത്ത് തീരുന്ന ദിവസമുണ്ടെങ്കിൽ There is a day when it ends. ഈ ലോകത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ഈ കൊയ്ത്തിനും ഒരു അവസാനമുണ്ട്. There is an end Praise for the the Lord. harvest as ഇന്ന് well. പകൽ കാലം അധികം നമ്മുടെ മുമ്പിലെന്ന് തിരിച്ചറിയണം. You have to recognize there is not much കൊയ്ത്ത് time. തീരുന്ന നാളുകൾ അടുത്തു വരുന്നു. The time is near. അതുകൊണ്ട് നമുക്ക് ആവോളം ഈ വയലിൽ കൊയ്ത്ത് തുടരാം. Let us continue as much into ഈ harvest. വയലിൽ നമുക്ക് കാലപെറുക്ക് തുടരാം. Let us continue the work here. കൊയ്ത്ത് തീരുന്ന ഒരു ദിവസമുണ്ട്. There is a day the harvest will end. നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിക്കൽ. The Lord's return. അവൻ അവസാനത്തെ കതിര് കൊയ്തെടുത്ത് കഴിയുമ്പോൾ And the last grain of അവൻ harvest, മടങ്ങി വരിക തന്നെ ചെയ്യും. He will certainly come. തനിക്കുള്ളവയെ അവൻ കൂട്ടിച്ചേർക്കുന്ന നാളുകൾ അടുത്തു വന്നിരിക്കുകയാണ്. The time is near where He will gather what belongs ഈ to Him. ലോകത്തിൽ ജീവിക്കുന്ന എന്റെ നിങ്ങളുടെ കഷ്ടതയും ദുഃഖവും പട്ടിണിയും
പരീക്ഷണങ്ങൾ തീരാൻ സമയമായിരിക്കുകയാണ്. The time is near for all our pain and suffering to end. ജീവിച്ച കാലം ഇനി ജീവിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. Do not expect that all the life will be available to you. കരുതിയതെല്ലാം അനുഭവിക്കാമെന്നും ചിന്തിക്കേണ്ട. Do not think you can enjoy ഈ every day. ദിവസങ്ങളിൽ ഒന്നിൽ അവൻ മടങ്ങി വരും. One of these days he will come back. ചില കതിരുകൾ കൂടെ കൊയ്തെടുക്കാൻ ശേഷിക്കുന്നു. There are some left to remain. ചിലർ കൂടെ മാനസാന്തരപ്പെടുവാനുള്ളത് കൊണ്ട് അവന്റെ വരവ് താമസിക്കുന്നു. He is delayed because more are yet to be saved. ആമേൻ. അതുകൊണ്ട് കൊയ്ത്ത് തീരുന്ന ദിവസം അടുത്ത് വരികയാണ്. The day, the end of the harvest is മൂന്നാം near. അധ്യായത്തിലേക്ക് വരുമ്പോൾ Let's turn to chapter 3. ഈ നവോമി മകളോട് രൂത്തിനോട് പറയുകയാണ്, Naomi tells this to Ruth. ആമേൻ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടതല്ലയോ? I am searching a good place for you to rest. രൂത്തിനോട് നവോമി പറയുകയാണ്, Naomi tells to Ruth, ആമേൻ, ഈ കൊയ്ത്ത് കഴിഞ്ഞ് കൊയ്ത്തിൻ കളത്തിൽ കൂട്ടി ഇതെല്ലാം മെതിച്ച് കളത്തിൽ യവവും കോതമ്പും കൂട്ടുന്ന പതിവ് ഉണ്ടായിരുന്നു. there is a time when there is you have to getting the word take the harvest of thrashing of the wheat. അപ്പോൾ അത് കഴിയുമ്പോൾ രാത്രി അതെല്ലാം കഴിഞ്ഞിട്ട് ഈ വയലിൻ്റെ ഉടമസ്ഥൻ ഈ കളത്തിൽ തന്നെയാ തങ്ങുക അല്ലെങ്കിൽ താമസിക്കുക. The owner of the field will stay right there. അമ്മാവമ്മ രൂത്തിനോട് പറഞ്ഞു, The mother-in-law tells to ഈ Ruth, കളത്തിലെ യവം നന്നാക്കുന്നു, വൃത്തിയാക്കുന്നു. they are cleaning up all the അവൻ harvest. ഈ വയലിന്റെ ഉടമസ്ഥൻ ബോവസ് ഇന്ന് രാത്രി അവിടെ തങ്ങും. The owner Boaz is going to be there in the നീ fields. അവൻ കിടക്കുന്ന ഇടം മനസ്സിലാക്കണം. You must know where he's going to lie down. എന്നിട്ട് അവൻ ഉറങ്ങുമ്പോൾ And when he നീ sleeps, അവന്റെ കാൽക്കൽ ചെല്ലണം. you must go to his feet. അവന്റെ കാലിലെ പുതപ്പ് മാറ്റിയിട്ട് You must remove the നീ blanket. അവന്റെ കാൽക്കൽ കിടക്കണം. You must lie at his feet. നീ എഴുന്നേൽക്കുമ്പോൾ When you wake up, നീ ചെയ്യേണ്ടത് എന്താണെന്ന് അവൻ നിന്നോട് പറയും. when you wake, he will tell you what to do. അമ്മ പറഞ്ഞതുപോലെ രൂത്ത് ചെയ്തു. As she was said, Ruth രാത്രി did, ബോവസ് ഉറങ്ങുന്ന ഇടം മനസ്സിലാക്കി she found where Boaz was അവന്റെ sleeping. കാൽക്കൽ അവൾ ചെന്ന് കിടന്ന് പുതപ്പ് മാറ്റിയിട്ട് She lies at his feet. അർദ്ധരാത്രിയിൽ At midnight, ബോവസ് ഉണർന്നു. Boaz wakes up. ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ He is shocked and he തന്റെ looks. കാൽക്കൽ ഒരു പെൺകുട്ടി. There is a woman at his feet. അവളാണെന്ന് മനസ്സിലാക്കി. He recognizes അവൻ her. അവളോട് പറയുന്ന ഒരു പദമാണ്, And he tells her this. അവൻ നമ്മൾ വായിച്ച 3-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. From the 3rd chapter, the 10th verse onwards. അവൻ അവന്റെ കാൽക്കൽ കിടന്നവളോട് And he tells to her, ബോവസ് പറയുകയാണ്, this is what he says. ഏറ്റവും ആകയാൽ മകളെ, അവൻ Daughter, ഭയപ്പെടേണ്ട. do not be നീ afraid. ചോദിക്കുന്നതൊക്കെയും Whatever you ask, ഞാൻ നിനക്ക് ചെയ്തു തരാം. I will do for you. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. And there is one more thing to അവളോട് say. രൂത്തിനോട് അമ്മാവിയമ്മ പറഞ്ഞു, Ruth tells to her നീ mother-in-law, കളത്തിൽ അവൻ കിടക്കുന്നത് കണ്ടിട്ട് when he sees you at sleeping ചെയ്യേണ്ട there, ചില കാര്യങ്ങളൂടെ പറഞ്ഞു. there are a few more things you need to നീ do. കുളിക്കണം, You must take a bath. നീ തൈലം പൂശണം, You must anoint with നീ oil. വസ്ത്രം മാറണം. You must clothe yourself. എന്നിട്ട് വേണം അവൻ കിടക്കുന്ന ഇടം മനസ്സിലാക്കി അവിടെ ചെന്ന് കിടക്കുവാൻ. Only then must you go to his feet and lie down. അവൻ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. Let me remind you one ഈ thing. 1-ാം അധ്യായത്തിൽ നമുക്ക് രൂത്തിനെ മോവാബിലാണ് കാണാൻ We കഴിയുന്നത്. see Ruth at Moab. അവൻ 2-ാം അധ്യായത്തിലെ രൂത്തിനെ വയലിൽ കാണാൻ In കഴിയും. the 2nd chapter, we see Ruth in the fields. അവൻ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രൂത്ത് കളത്തിലാണ്. In the 3rd, she is in the harvest field. അവൻ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രൂത്ത് വീട്ടിലാണ്. In the 4th chapter, she is in the house. മോവാബിൽ നിന്ന് വയലില്, From Moab to the field, വയലിൽ നിന്ന് കളത്തില്, to the threshing field, അവൻ കളത്തിൽ നിന്ന് വീട്ടില്. from there to the house. ഒരു കാര്യം പറയാം, Let me tell you one thing. കളത്തിൽ കയറിയെങ്കിലേ വീട്ടിൽ Unless you പോകാനൊക്കുകയുള്ളൂ. are in the threshing field, you cannot enter the അവൻ house. നീ വയലിൽ വന്നതൊക്കെ കൊള്ളാം, It is good you come to the അവൻ field. കളത്തിൽ കയറണം. You must enter the threshing കളത്തിൽ field. കയറിയെങ്കിലേ വീട്ടിൽ Only പോകാനൊക്കുകയുള്ളൂ. then can you enter the house. അവൻ വയലിൽ ഏത് വേഷവും കെട്ടാം, You can wear anything in the field. പക്ഷേ കളത്തിൽ ചില പ്രമാണങ്ങളുണ്ട്. But there are rules in the ആദ്യം നീ threshing field. കുളിക്കണം, You must
must take നീ bath. തൈലം പൂശണം. You must anoint with നിന്റെ oil. വസ്ത്രം മാറണം. You must change your clothes. ആമേൻ. ദൈവവചനത്തിലേക്ക് വരുമ്പോൾ When you come to the word of അവൻ God, കുളിയെ കുറിച്ച് പറഞ്ഞാൽ if we talk about ഞാൻ bath, അതിന് ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. I interpret it this way. അവൻ പത്രോസ് പറയുന്നതും Peter says this. പൗലോസ് പറയുന്നതും What Paul says, സ്നാനത്തെ കുറിക്കുന്നതാണ്. it represents a നീ തൈല baptism. പൂശണം എന്ന് പറയുന്നത് When you talk about anointing with അവൻ oil, പരിശുദ്ധാത്മാഭിഷേകത്തെ it കാണിക്കുകയാണ്. is the anointing by the തൈലം Spirit. പരിശുദ്ധാത്മാവിനെ The കാണിക്കുകയാണ്. oil shows the Holy പഴയ Spirit. നിയമകാലത്ത് In the Old Testament, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ, when the kings were anointed പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യാൻ, and the prophets were anointed, അതുപോലെ തന്നെ പുരോഹിതന്മാരെ അഭിഷേകം or when ചെയ്യാൻ the priests were anointed, തൈലഭൂഷിത they പതിവുണ്ടായിരുന്നു. used to anoint with oil. തൈല പരിശുദ്ധാത്മാവിനെ Oil കാണിക്കുകയാണ്. shows the Holy ഇന്ന് Spirit. പകൽക്കാലം This morning, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ in you and my life, അവൻ ഭാഗ്യവശാൽ ഈ വയലിൽ വന്നെങ്കിൽ although fortunately ഈ we came to വയലിൽ field, നിന്ന് ഈ കളത്തിൽ കയറുവാൻ ചില പദവികൾ കൂടെ പ്രാപിക്കേണ്ടതുണ്ട്. there are more we had to expect before we went to the church. രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, Salvation is not enough. കർത്താവിനോട് കൂടെ ചേരണം. You must join with the കർത്താവിന്റെ Lord. കൽപ്പനയാകുന്ന സ്നാനമേൽക്കണം. Follow the commandments of അത് the മാത്രം പോരാ, baptism. അത് Not only that, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. you must receive the Holy അവൻ Spirit. വസ്ത്രം മാറണം. You must change your അവൻ clothing. എന്താണ് അത് കാണിക്കുന്നത്? What does that വെളിപ്പാട് represent? പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ When you turn to Revelation കുഞ്ഞാടിന്റെ 19, കാന്തയും കുഞ്ഞാടിന്റെ കാന്തയും and the lamb and the bride, the groom of the lamb, ആമേൻ, അതേ തന്നെത്താൻ ഒരുങ്ങി കാത്തിരിക്കുന്നു. she must ready herself. ഈ കല്യാണത്തിന് വല്ലവരും ഒരുക്കുന്നതാണേ, Others will dress you for പക്ഷെ a ഈ wedding. കുഞ്ഞാടിന്റെ കല്യാണത്തിന് അവരവർ ഒരുങ്ങണം. But for the wedding of the lamb, you must അവരവർ ready ഒരുങ്ങണം. yourself. അവരവർ ഒരുങ്ങണം. You must ready yourself. ആമേൻ. അവിടെ ഇതാണ് അവിടെ അവളോട് പറഞ്ഞതിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. And this is what we learn, what she was told. ആമേൻ. അവളോട് പറയുകയാണ്, ബോവസ്, Boaz tells to നീ her, ഭയപ്പെടണ്ട. do not be afraid, അവന്റെ കാൽക്കൽ കിടന്നത് കൊണ്ട്, because she was at his feet. അവന് അർദ്ധരാത്രിയിൽ അവന്റെ കാൽക്കൽ കിടന്നത് കൊണ്ട് And she lay at his feet അവളോട് at the പറയുന്നു, midnight. ഭയപ്പെടേണ്ട, He tells her, do not നീ be afraid. ചോദിക്കുന്നതൊക്കെ ഞാൻ നിനക്ക് തരാം. Whatever you ask, ഇന്ന് I പകൽ will do. ദൈവമക്കൾ തിരിച്ചറിയണം, I want you to അവൾ recognize കാൽക്കൽ this. കിടന്നതിനെ Because you're at the feet ഞാൻ of, പുതിയ നിയമഭാഷയിൽ in the New Testament നല്ല language, ഭാവസാകുന്ന യേശു കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുന്നതിനെ കാണിക്കുന്നു. Boaz represents സ്തോത്രം. Jesus and we at the feet of Jesus. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, If I make it more clearer, ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് yesterday and day before, സഭയായി നമ്മൾ ചെയ്തത് as the church, അവന്റെ കാൽക്കൽ we ഇരിക്കുകയായിരുന്നു. were sat at his feet. അവന്റെ പാദപീഠത്തിൽ We ഇരിക്കുകയായിരുന്നു. were at the feet of അത് the Lord. ഉപവാസത്തോടെ ആയിരുന്നവരുണ്ട്. There were many with അവനെ fasting. ഇന്ന് പകലിൽ കാൽക്കൽ കിടന്നവരോട്, To those who were at the feet of the അവന്റെ Lord, കാൽക്കൽ ഇരുന്നവരോട് to those who sat at his feet, പരിശുദ്ധാത്മാവിനൊരു സന്ദേശം Holy പറയാറുണ്ട്. Spirit tells you this. മകളെ, നീ ഭയപ്പെടേണ്ട. Daughter, do not be നീ afraid. ചോദിക്കുന്നതൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തരാം. I will do whatever you ask. ഉലകത്തിൽ ഒരുവനും നിന്നോടും എന്നോടും ഈ വാക്ക് പറയാൻ കഴിയുകയില്ല. Nobody in this world can tell you യേശു anything. കർത്താവിന് മാത്രമേ പറയാൻ കഴിയൂ. Only Jesus Christ can അവൻ ഇന്ന് tell. പകലിൽ നമ്മോട് പറയുന്നു, This morning he tells you this. നീ ചോദിക്കുന്നതൊക്കെ ഞാൻ നിനക്ക് തരാം. Whatever you ask, I will give ലോകത്തിൽ you. ആർക്കും ചോദിക്കുന്നതെല്ലാം കൊടുക്കാൻ കഴിയുകയില്ല. No one in this world can offer you that. അവൻ എന്നാൽ സകലത്തെ ഉണ്ടാക്കിയവന്, But to the Creator, who സകലത്തിന്റെ created everything, സൃഷ്ടാവായവന്, to the Creator, നിന്നെ മെനഞ്ഞുണ്ടാക്കിയവന്, to you who made you, നിന്നെ വീണ്ടെടുത്തവന് മാത്രമേ the one who redeemed you, ചോദിക്കുന്നതൊക്കെ തരാൻ കഴിയുകയുള്ളൂ. only he can give everything അതുകൊണ്ട് you ഇന്ന് ask. പകൽക്കാലം This morning, കഴിഞ്ഞ ദിവസങ്ങൾ കാൽക്കലിരുന്നവരോട്, those who were in suffering, ഉപവാസത്തിലിരുന്നവരോട് who were in fasting, പരിശുദ്ധാത്മാവ് പറയുകയാണ്, The Spirit says നീ this. ചോദിക്കുന്നതൊക്കെ ഞാൻ നിനക്ക് തരാം. whatever you ask, I will give നിന്റെ it to പ്രാർത്ഥനാ you. വിഷയങ്ങൾ നിനക്ക് മറുപടി നൽകുമെന്ന് അവൻ ഇന്ന് പകലിൽ വാഗ്ദത്തം ചെയ്യുകയാണ്. He assures he will answer your prayers. ആരൊക്കെ അവന്റെ കാൽക്കൽ ഇരുന്നിട്ടുണ്ടോ? Who sat at his feet, ആരൊക്കെ അവന്റെ കാല് പിടിച്ചിട്ടുണ്ടോ? who held his feet, ആരെയും അവൻ നിരാശരായി അയച്ചിട്ടില്ല. he will not disappoint you. ചോദിക്കുന്നതൊക്കെ ഞാൻ നിനക്ക് തരാമെന്ന് അവൻ പറയുകയാണ്. He says, whatever you ask, I ഇത് will give പകൽക്കാലം you. നമുക്ക് ഏത് ആവശ്യവും അവൻ തുറന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരിടം ഉണ്ടെങ്കിൽ നല്ല ബോവസാകുന്ന യേശു
യേശുവിന്റെ കാൽക്കൽ If മാത്രമാണ്. there is one place you can സ്തോത്രം, ask സ്തോത്രം. anything, it is at the feet of Jesus. എല്ലാവരും നമ്മെ കേൾക്കാൻ താല്പര്യപ്പെടാറില്ല. Not everybody wants to എന്നാൽ hear, യേശുവിന് നമ്മെ കേൾക്കാൻ താല്പര്യമുണ്ട്. but Jesus wants to അവൻ hear us. മനസ്സ് വയ്ക്കുന്നവനാണ്. He puts his അവൻ mind നമുക്ക് to it. വേണ്ടി ചെവി ചായിക്കുന്നവനാണ്. He lends his ear to you. അവൻ നമ്മുടെ യാതനകൾക്ക് വേണ്ടി അവൻ ശ്രദ്ധ തിരിക്കുന്നവനാണ്. He will turn his attention to your ആരും prayers. നമ്മെ ശ്രദ്ധിച്ചില്ലെങ്കിലും Even if no one അവൻ listens നമ്മെ to you, ശ്രദ്ധിക്കും. he listens to ഈ you. ദിവസങ്ങളിലെ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം ചിലരോട് ആലോചന പറയുകയാണ്. നീ ചോദിക്കുന്നതൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തരാം. As an answer to the സ്തോത്രം. prayers of you, he says, ഹല്ലേലൂയ. I will give you everything you ഇത് ask. പകലിലെ നല്ല ബോവസാകുന്ന യേശുവിന്റെ വാഗ്ദത്തം ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ എത്ര പേർക്ക് തയ്യാറാകും? How many of you have the Hallelujah. desire to അവൻ accept it? ചോദിക്കുന്നത് ഞാൻ നിനക്ക് തരാമെന്ന്. He says, what you ask, I നിന്റെ will give ഭാവിയുടെ വിഷയം, you. Your future, അവൻ നിന്റെ ഭാര്യയുടെ വിഷയം, your wife, നിന്റെ തലമുറയുടെ വിഷയം, about your നിന്റെ generation, മാതാപിതാക്കളുടെ വിഷയം, about your parents, അവൻ നിന്റെ ജോലിയുടെ വിഷയം, about your job. നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം, ഭാവിയുടെ വിഷയം, It is about your നിന്റെ children, സാമ്പത്തിക വിഷയം, about your sin, നിന്റെ ആത്മീക വളർച്ചയുടെ വിഷയം. about your spiritual ഈ growth. ദിവസങ്ങൾ എന്താണ് നീ അവനോട് ചോദിക്കുന്നത്? What are you നീ asking? ചോദിക്കുന്നത് അവൻ നൽകി തരാമെന്ന് പറയുകയാണ്. He says, what you ask, I will give you. പിന്നെ താഴേക്ക് വരുമ്പോൾ As we go നമുക്ക് further, കാണാൻ കഴിയുന്നത് this is what we see. രാത്രി നീ ഇവിടെ വന്നെന്ന് ആരും അറിയരുതെന്ന് കൂടെ ഈ വയലിന്റെ ഉടമസ്ഥൻ അവളോട് പറഞ്ഞു. And this owner of the field says, no one should know that you are here. വെളുക്കാറാകും മുമ്പേ Before the dawn, അവൾ പോകാൻ എഴുന്നേറ്റു. she was ready കളത്തിൽ to നിന്ന് go. പോകാൻ എഴുന്നേറ്റു. She was ready to leave the threshing field. ആമേൻ. അപ്പോൾ അവൻ എഴുന്നേറ്റ് വന്ന് And he comes there അവളോട് പറഞ്ഞു, and tells her this, നിന്റെ പുതപ്പ് your blanket, ഇങ്ങ് കൊണ്ടുവരിക. bring it here. ആമേൻ. നിന്റെ പുതപ്പ് ഇങ്ങ് കൊണ്ടുവരിക. Bring your cloak here. ആമേൻ. എന്നിട്ട് പുതപ്പ് വിരിച്ചപ്പോൾ And when the cloak ഈ was laid കളത്തിൽ down നിന്ന് from this threshing field, ഈ ബോവസ് this Boaz, ആമേൻ 6 ഇടങ്ങൾ യവം അളന്ന് അവളുടെ പുതപ്പിൽ കെട്ടിക്കൊടുത്തു. he measured grains and put it into her cloak. 6 ഇടങ്ങൾ യവം അവൾക്ക് കൊടുത്തു. And a measure was given to her. ഞാനിങ്ങനെ ചിന്തിച്ചു, This is what I thought. എന്താ 5 ഇടങ്ങഴി കൊടുക്കാതിരുന്നേ? Why did they not give എന്താ 5? 7 ഇടങ്ങഴി കൊടുക്കാതിരുന്നേ? Why not 7 എന്താ bushel? 10 ഇടങ്ങഴി കൊടുക്കാതിരുന്നേ? Why not 10 ഒരു bushel? ദിവസം മുഴുവൻ കാലപ്പെറുക്കിയിട്ട് 10 ഇടങ്ങഴി കിട്ടിയല്ലോ അവൾക്ക്. She worked one full day and got 10. പക്ഷേ അവൾക്ക് ഇപ്പോൾ അവൻ കൊടുത്തത് 6 ഇടങ്ങഴിയാണ്. But today he gives her 6. അതിനകത്തൊരു ആത്മീക മർമ്മമുണ്ട്. There is a spiritual truth. ആമേൻ. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ When Israelites were in the desert, ദൈവം അവർക്ക് മന്ന പൊഴിച്ചു കൊടുത്തു. when God gave them manna, ദൈവം അവരോട് അരുളി ചെയ്തത്, this is God promised them. ദിവസവും രാവിലെ Every morning, നിങ്ങളുടെ കൂടാരത്തിന് മുമ്പിൽ before your tent, വീണ് കിടക്കുന്ന whatever is fallen down, ഒരിടങ്ങഴി മന്ന you take a measure of ആള് manna, വീതം പെറുക്കണം. break up 6 of it. അവരവർക്ക് വേണ്ടിയത് ഒരിടങ്ങഴി വെച്ച് ഓരോരുത്തർ പെറുക്കിക്കൊള്ളണം. Everyone should pick one measure for കൂടുതൽ themselves. പെറുക്കിയാൽ അത് ഇരിക്കുന്നതല്ല, അത് ക്രമിച്ചു പോകുന്നത്. If you pick more, it will get destroyed. ഒരാൾക്ക് ഒരിടങ്ങഴി ദൈവം നിയമിച്ചു നൽകിയതാ ഒരു ദിവസത്തേക്ക്. For one day, one measure for one person. ആമേൻ. ഇവിടെ ബോവസ് അവൾക്ക് 6 ഇടങ്ങഴി കൊടുക്കുന്നു. Boaz gives her 6 measures, 6 5 bushel. ഇടങ്ങഴി അധികം. 5 പിതാക്കന്മാർക്ക് extra. കിട്ടിയതിനേക്കാൾ 5 ഇടങ്ങഴി അധികം. She got 5 more ഞാൻ than the ഇങ്ങനെ others. ചിന്തിച്ചു. Here is what I thought. പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാ. The Spirit of Lord taught me this. സംഖ്യകൾക്ക് ഓരോ ആത്മീയ അർത്ഥങ്ങളുണ്ട്. Everything has a എല്ലാം spiritual പറയാൻ truth. സമയമില്ല. There is no time for everything. 5 is the number of grace എന്നാ പറയുന്നേ. 5 is the number of grace. ആമേൻ. അതേ 5 കൃപയെ കാണിക്കുന്നതാണ്. 5 represents grace. ആമേൻ. 1 അവരുടെ അവകാശവും 1 was their entitlement. പിതാക്കന്മാരുടെ കാലം മുതൽ ദൈവം കൽപ്പിച്ചത് കൊടുത്തതുമായ ഒരിടങ്ങഴി. And 1 as from the forefathers' time. 5 ഇടങ്ങഴി കൃപ കൊണ്ട് അവർക്ക് ലഭിക്കുവാനിടയായി. And 5 was received through ആമേൻ. 1 grace. + 5 is equal to 6. 1 + 5 is equal to ആമേൻ. 6. അതെ 1 അവകാശവും 5 കൃപയുമായി ദാനമായി ലഭിച്ചതാണ്. 1 was an entitlement and 5 was ഇന്ന് grace. പകലിൽ ഈ വചനത്തിന് മുമ്പിൽ This morning before the ദൈവവചനം word, നമ്മെ ഓർപ്പിക്കുന്നത് the word teaches നമ്മുടെ us അവകാശം മാത്രമല്ല,
Not only does അവന്റെ കൃപ കൂടെ ചേർത്തവൻ നമുക്ക് നൽകുന്നവനാണ്. He gives us with ഇന്ന് grace. പകലിൽ അവന്റെ കൃപ നമുക്ക് നൽകി തന്ന് നടത്തുന്ന ദൈവം. He leads us with His grace. ആരുടെ കഴിയവൻ കൊണ്ട് അവള് വീട്ടിൽ പോകുകയാണ്. She goes back with 6 അതിലും ആ pleasures. കുടുംബം സന്തോഷിച്ചു. And the family was happy. ഞാൻ നിർത്തട്ടെ. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ As we go to the 4th chapter, ആമേൻ അവരുടെ പഴയ നിയമകാലത്തെ നിയമം അനുസരിച്ച് അവരുടെ ഇടയിൽ ആമേൻ വീണ്ടെടുപ്പുകാരനുണ്ട്. in the Old Testament there is a redeemer. അതെ, ബോവസിന് മുമ്പ് രൂത്തിനെ വീണ്ടെടുക്കാൻ വേറൊരുവനാണ് അവകാശി. അവൻ അതിന് തയ്യാറാകാതെ വന്നപ്പോൾ ബോവസ് അവളെ വീണ്ടെടുക്കാൻ തയ്യാറായി. There was another person who was supposed to redeem Ruth, but since he was not ready, Boaz was ready to redeem her. അവളെ ബോവസ് പട്ടണ പ്രമുഖരുടെ നേതൃത്വത്തിൽ അറിവോടെ അവളെ സ്വീകരിച്ചു ഭാര്യ. In the midst of all the elders, he accepts her as his wife. ഇന്ന് പകലിൽ This morning, ആമേൻ അവൾക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ടായിരുന്നെങ്കിൽ, if she had a redeemer, അവൻ അവളെ വീണ്ടെടുത്ത് തന്റെ സ്വന്തമാക്കിയെങ്കിൽ, if he redeemed her and നമുക്കൊരു made her own, വീണ്ടെടുപ്പുകാരനുണ്ട്. we have a redeemer. ആമേൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. Our redeemer. ആമേൻ, എന്തൊക്കെ അവനുണ്ടോ അതിന്റെയൊക്കെ അവകാശം നമുക്ക് ലഭിക്കും. Whatever belongs to him, we belongs to us. രൂത്തിന്റെ അവകാശം നിങ്ങളൊന്ന് ചിന്തിച്ച്, You think about what Ruth owned. ബോവസിനുള്ളതിന്റെ ഒക്കെ അവകാശി രൂത്ത് ആയിത്തീരുവാനിടയായി തീർന്നു. Ruth became the owner of everything Boaz owned. അവനുള്ള വയലിന്റെ അവകാശം അവൾക്ക് ലഭിച്ചു. She got the ownership of the അവൾ fields. കിടന്ന കളത്തിലെ യവത്തിന്റെ ഗോതമ്പിന്റെ അവകാശം കൂടെ അവൾക്ക് ലഭിക്കുവാനിടയായി. She became the owner of the harvest and the threshing floor. വചനം നമ്മെ ഓർപ്പിക്കുന്നത്, The word reminds us, പിതാവായ ദൈവം our Father God, അവൻ തനിക്കുള്ളത് പുത്രന് നൽകി. He gave everything to His അവൻ Son. പുത്രൻ The Son, പിതാവിൽ നിന്ന് ലഭിച്ച അവനുള്ള അവകാശം He received the അവൻ inheritance വീണ്ടെടുത്ത് from അവന്റെ Father. മക്കളാകുന്ന നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. He gave that inheritance to us. ആത്മീക നിലയിലെ നമുക്ക് അവകാശം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. We have received the spiritual അക്ഷരീകമായി inheritance. പൂർണ്ണമായി നാം അവനിൽ നിന്ന് അവകാശം പ്രാപിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. We have yet to receive all the inheritance. അത് അവൻ വന്ന് നമ്മെ ചേർത്ത് കഴിയുമ്പോൾ When He comes and receives നാം us, അവനോടൊരുമിച്ച് and together with അവകാശം us, പ്രാപിച്ച് we receive that inheritance. അവനോട് ഒരുമിച്ച് ജീവിക്കാൻ പോകുക. We are going to live with അതുകൊണ്ട് Him. കാൽക്കലിരുന്നത് വ്യർത്ഥമല്ല. Being at His feet is not in ആമേൻ. vain. അവന്റെ മുഖം അന്വേഷിച്ചത് നിഷ്ഫലമായി തീരുകയില്ല. What we serve Him is not in vain. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നെത്തേണ്ടുന്നതിന് ഉപകരിക്കുന്നതാണ്. Everything will benefit us when we are in അതെ, home. നമ്മുടെ സമയം ഇവിടെ തീർന്നോട് ഞാൻ നിർത്തട്ടെ. Our time is up. ദൈവമക്കളെ, കർത്താവ് വരാറായി. Children of God, His time is near. ആമേൻ. മോവാബിൽ കിടന്നവൾ Those who were in Moab, ബോവസിന്റെ വീട്ടിലെത്തി. she reached the house of ദൈവത്തിന്റെ Boaz. പദ്ധതികളൊന്ന് ആർത്തു നോക്കിയേ. Think about the ഞാൻ plans നിങ്ങൾ of എവിടെയാ God. കിടന്നത്? Where were you? നമ്മൾ എവിടേക്കാ പോകുന്നത്? Where are you നമുക്ക് going? ലഭിക്കാൻ പോകുന്ന പദവി, What is the നമുക്ക് ലഭിക്കാൻ position? പോകുന്ന അവകാശം, Our inheritance. അവനുള്ളതിന്റെ ഒക്കെ അവകാശം Everything that belongs നമ്മൾ to Him, പ്രാപിക്കാൻ പോകുക. we are going to ഈ receive. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാനും നിങ്ങളോടൊന്നിച്ച് ദൈവവചനം ഷെയർ ചെയ്യുവാൻ അവസരം തന്ന സഭയോട് ദൈവദാസനോട് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ അപേക്ഷിച്ച് ഞാൻ ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. Amen. Praise the Lord. Hallelujah. Stotram, stotram, stotram. Hallelujah.